20%, 18%, 22% നൽകുന്ന സമയത്ത് 45% വരെയൊക്കെയുള്ള എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് ആണ് നൽകിയത്. ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നു, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇത് പലപ്പോഴും വർക്കൗട്ട് ആവില്ല. ഈ റിക്കവറിയിലും ഈ കറക്ഷനിലും റിട്ടേൺസ് നോക്കൂ, അവരപ്പോഴും ആ ഒരു ഡീസൻറ്റ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മാസം പീക്കിൽ നിന്ന് 50% കുറവ് SIPക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ മാർക്കറ്റ് ഒരു 25,000 അടുത്ത് വന്നിട്ട് കുറച്ച് നാളുകളായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പലരുടെയും പോർട്ട്ഫോളിയോയിലൊക്കെ ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ പ്രോഫിറ്റിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് ചെറുതായിട്ടൊന്ന് താഴെ പോയിട്ടുണ്ട് അല്ലേ. അതിൽ കുറേ പേർക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു വരുന്നത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഒരു കാലത്ത് വളരെ വലിയ കഴിഞ്ഞ വർഷം വളരെ അടിപൊളി പെർഫോമർ എല്ലാ സെക്ടറിലും, ഇപ്പോൾ മിഡ് ക്യാപ്പ് ആണെങ്കിലും ലാർജ് ക്യാപ്പ് ഫണ്ട് ആണെങ്കിലും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ആണെങ്കിലും ഒക്കെ റാങ്ക് 1 നിന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് 2024 അല്ലെങ്കിൽ 2023 ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നൊരു ഫണ്ട് എന്ന് പറയുന്നത് കോണ്ട് ഫണ്ടാണ്. കോണ്ട് ഫണ്ടിന് എന്ത് സംഭവിച്ചു? ഇതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് എന്താണ് പഠിക്കേണ്ടത്? ഓൾറെഡി കോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മറ്റ് ഫണ്ടുകളിലോട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? SIP സ്റ്റോപ്പ് ചെയ്യണോ? ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ശരിക്കും കോണ്ടിന് എന്താണ് പറ്റിയത്? അതായത് ഫസ്റ്റ് നിന്നിരുന്ന കോണ്ട് ലാസ്റ്റ് അവസാനത്തെ സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതെ, കോണ്ടിൻ്റെ മിഡ് ക്യാപ്പ് ആണെങ്കിൽ എല്ലാ മിഡ് ക്യാപ്പിലെ ഏറ്റവും ലാസ്റ്റ് റാങ്കിങ്ങിലോട്ട് പോയി. ഫ്ലെക്സി ക്യാപ്പും ലാസ്റ്റ് റാങ്കിലാണ്. എനിക്കാണെങ്കിൽ ഈ കോണ്ടിൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് ന്യൂ ആളുകൾ കോണ്ടിൽ പുതിയതായിട്ട് ചേർന്നവർക്കാണ് ഏറ്റവും പണി കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് മീൻസ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കോണ്ടിനെ കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്തതാണ്. അതായത് മൊമെൻറ്റം സ്റ്റോക്കുകളിലാണ് കോണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല മൊമെൻറ്റം സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല പ്രോഫിറ്റ്സ് കിട്ടും, കുറച്ച് റിസ്ക് എടുത്താൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതൊരു 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ കാരണം? ബിയറിഷ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പൊക്കെ 25 ഫ്ലെക്സി ക്യാപ്പുകളിൽ ഇവർ 24ാം സ്ഥാനത്ത് എന്താണ് നിൽക്കുന്നത്. സ്മോൾ ക്യാപ്പിൽ തന്നെ ഇവർ ലാസ്റ്റ് സ്ഥാനത്താണ്, മിഡ് ക്യാപ്പിൽ ലാസ്റ്റ് സ്ഥാനത്താണ്. അപ്പോൾ ഈ 2025 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വാണ്ട് ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ ഇതൊരു ക്വാണ്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂച്വൽ ഫണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു മൊമെൻറ്റം ട്രേഡിംഗ് ആണ്. ഇപ്പോൾ മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ മൊമെൻറ്റമുള്ള സ്റ്റോക്കുകളുള്ള കണ്ടീഷൻ, കുറച്ച് ABCD എന്ന് പറയുന്ന കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മൂവ്മെൻറ്റ് വരുന്ന സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി റൂൾ ബേസ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ക്വാണ്ട് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 2022, 23, 24 വർഷങ്ങളിൽ എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്? ഇറ്റ് ഈസ് എ ബുള്ളിഷ് റാലിയാണ്, അതൊരു മൊമെൻറ്റം റാലിയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകൾ 20%, 18%, 22% നൽകുന്ന സമയത്ത് ക്വാണ്ട് 45% വരെയൊക്കെയുള്ള എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് ആണ് നൽകിയത്. എന്നാൽ 2025 എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ 2024 സെപ്റ്റംബറിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അവസാനിച്ചു, മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു സൈഡ് വൈസ് കൺസോൾട്ടേഷൻ, റിക്കവറി ഉണ്ടെങ്കിലും ഒരു മൊമെൻറ്റം റിക്കവറി ഇല്ല. റൈറ്റ്, 2022, 23, 24 വർഷങ്ങളിൽ കണ്ടതുപോലെ ഒരു മൊമെൻറ്റം ഇല്ല. അപ്പോൾ എന്ത് പറ്റി? ക്വാണ്ടിൻ്റെ കണ്ടീഷൻസ് ഫെയിലിയർ ആവാൻ തുടങ്ങി. മാത്രമല്ല കൂടുതൽ ആളുകൾ ക്വാണ്ടിലോട്ട് വന്നത് എപ്പോഴാണ്? 2024 കാരണം 22, 23, 24 വർഷങ്ങളിൽ കൊടുത്ത ഹ്യൂജ് റിട്ടേൺസ് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ അട്രാക്റ്റ് ആവുന്നത്. എന്നിട്ട് 2024 ഇവർ ഫണ്ടുകൾ ക്വാണ്ടിലിട്ടത്. അപ്പോൾ 2024 അപേക്ഷിച്ച് ക്വാണ്ട് ഇപ്പോഴും 10%, 15% താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ നിഫ്റ്റി 500 നോക്കുമ്പോൾ നിഫ്റ്റി 500 ഇതിനേക്കാൾ ഫാർ ബെറ്റർ, അല്ലെങ്കിൽ നിഫ്റ്റി ഇതിനേക്കാൾ ഫാർ ബെറ്റർ പെർഫോമൻസ് നടത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ട് ഇത്രയും ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ക്വാണ്ടിൻ്റെ അകത്തേക്ക് വരാം. നമ്മളെപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, റാങ്ക് 1ാമത്തെ റാങ്ക്, 2ാമത്തെ റാങ്ക്, 3ാമത്തെ റാങ്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്ന രീതിയായിരിക്കും എല്ലാ ആളുകളും ചെയ്യുന്നത് അല്ലേ.
ടോപ്പ് 5 സ്റ്റാർ ഉള്ളത് അല്ലെങ്കിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നു, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇത് പലപ്പോഴും വർക്കൗട്ട് ആവില്ല. റൈറ്റ്. നമ്മൾ ഈ വർഷത്തെ പെർഫോമൻസ് മാത്രം നോക്കിയിട്ടായിരിക്കരുത് എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ 2-3 കാറ്റഗറി നമ്മൾ നോക്കണം. ഒന്ന്, കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസ് നോക്കണം. 2, ഈ മ്യൂച്വൽ ഫണ്ട് എന്ത് ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ക്വാണ്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു മൊമെൻറ്റം ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളെ ചൂസ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ പരീഖ് പരാഗ് ഫ്ലെക്സി ക്യാപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലോജിക്ക് ഉണ്ട്. ഇപ്പോൾ സിൽബി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സിൽബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊമെൻറ്റം ബേസ് ചെയ്തിട്ട് അഗ്രസീവ് സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ കുറച്ച് 10%, 20% ഒക്കെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക? ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാർജ് ക്യാപ്സിലോ മിഡ് ക്യാപ്പിലോ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ഡൗൺ സൈഡ്സ് കാണാതെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഇപ്പോൾ പോർട്ട്ഫോളിയോ ഒരു 5-10% പോയാലും അത് കഴിഞ്ഞ് ശക്തമായിട്ട് തിരിച്ച് അപ്പാകുമ്പോൾ ആ റാലി മൊത്തം ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാം. ഇതാണ് പരീഖ് പരാഗ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ മൊമെൻ്റ് ഇൻവെസ്റ്റിംഗ് ആണ് ക്വാണ്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ഫണ്ട് ഹൗസുകൾ ജസ്റ്റ് കമ്പയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ അഗ്രസീവായിട്ട് പോകണോ, നമ്മൾ കുറച്ച് റിട്ടേൺ കുറഞ്ഞാലും ഡീസൻ്റ് ആയിട്ട് പോകണോ, ഇവിടെയാണ്. ഇപ്പോൾ ഈ റിക്കവറിയിലും ഈ കറക്ഷനിലും പരീഖ് പരാഗിൻ്റെ റിട്ടേൺസ് നോക്കൂ, അവരപ്പോഴും ആ ഒരു ഡീസൻറ്റ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. താഴത്തോട്ട് പോയപ്പോഴും വലിയ കാര്യമായിട്ട് ഇടിഞ്ഞില്ല, പിടിച്ചു നിന്നു. യൂസുഫ് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആകുമ്പോൾ ഏറ്റവും കുറവ് ലോസ് ഏത് മ്യൂച്വൽ ഫണ്ടാണോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചൂസ് ചെയ്യാൻ. റാങ്ക് നോക്കുമ്പോൾ ബീറിഷ് മാർക്കറ്റിലെ റാങ്ക് ആയിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. എനിക്ക് ബീറിഷ് മാർക്കറ്റിൽ നല്ല റാങ്ക് നൽകുന്ന സ്റ്റോക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ നല്ല റാങ്ക് നൽകണമെന്നില്ല. മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം ടോപ്പ് റാങ്കിൽ വന്നൊരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ബീറിഷ് മാർക്കറ്റ് ആയിരുന്നേ ടോപ്പ് റാങ്ക് നൽകി, ദാറ്റ്സ് വെരി ഗുഡ് അല്ലേ. ഒരു തിമാറ്റിക് ഫണ്ടിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ്, ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് എന്ന കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 10 മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ബെസ്റ്റ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബീറിഷ് മാർക്കറ്റാണെന്ന് നമുക്കറിയാം. ഈ ബീറിഷ് മാർക്കറ്റിലെ ടോപ്പായിട്ടുള്ള 3 മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി അടുത്ത 2 കൊല്ലം ഒരു പുതിയ ഹൈസ് ഉണ്ടാക്കി ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ ഈ ഫണ്ടുകൾ ഒരിക്കലും ടോപ്പിലുണ്ടാവില്ല. റൈറ്റ്. ഉറപ്പാണ്. ക്വാണ്ട് ചിലപ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊമെൻറ്റം ഫണ്ടുകൾ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ ഞാൻ ക്വാണ്ടിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല ക്വാണ്ട് എന്ന് പറയുന്നത്. ക്വാണ്ടാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിലോട്ട് പോയത് എന്നുള്ളതുകൊണ്ടാണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ കറന്റ് എന്താണ് ചെയ്യേണ്ടത്? അത് എക്സിറ്റ് ചെയ്യണോ? ക്വാണ്ടിൽ എൻ്റെ ഒരു SIP ക്വാണ്ടിലുണ്ട്. ക്വാണ്ട് ഫ്ലെക്സി ക്യാപ്പിൽ എനിക്കൊരു SIP ഉണ്ട്. 10% താഴെ അത് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾ ടോട്ടൽ റിസ്കിൻ്റെ 5% താഴെയാണ് ഞാൻ ക്വാണ്ടിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ക്വാണ്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ പറയുന്നത്, ഒരു പുതിയതായിട്ടൊരു SIP തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ക്വാണ്ട് ഭയങ്കര അടിപൊളിയാണ്. കാരണം എന്താണ്, ഒരു SIPക്ക് കൂടുതൽ സ്വിങ് ഉള്ളതാണെന്നുള്ളത്. കൂടുതൽ സ്വിങ് നടക്കുമ്പോഴാണ് പല കാറ്റഗറിയിൽ, ഇപ്പോൾ ടോപ്പിലും ബോട്ടത്തിൻ്റെ ബോട്ടത്തിലൊക്കെ എന്ത് ചെയ്യുക, എൻട്രീസ്, നമ്മുടെ പൈസ വീഴത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ്, ആഫ്റ്റർ 10 ഇയേഴ്സ് ഒരു മൊമെൻറ്റം ഒരു സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ക്വാണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വലിയ റിട്ടേൺ കിട്ടും. പക്ഷേ എന്നാണ് ഇതിൻ്റെ അടുത്ത മൊമെൻറ്റം സൈക്കിൾ എന്ന് എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ ഉറപ്പാണ് ഇന്ത്യൻ മാർക്കറ്റാണേ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഒരു മൊമെൻറ്റം സൈക്കിൾ കൂടി ഉണ്ടാവുമല്ലോ. അതും നമുക്ക് അന്ന് മുതലാക്കാം എന്ന് വിചാരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. എന്നാൽ അടുത്ത കൊല്ലം പൈസ ആവശ്യമുള്ള ഒരാൾ ക്വാണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 to 10 ഇയേഴ്സ് പ്ലാനിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം എന്നുള്ള രീതിയിലല്ല. ഷോർട്ട് ടൈം ആണ് എങ്കിൽ നിങ്ങളെപ്പോഴും ലാർജ് ക്യാപ്സിലോട്ട് വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുമ്പോഴും റാങ്ക് 1 നോക്കിയിട്ടായിരിക്കും ഇതിൽ ചൂസ് ചെയ്യേണ്ടത്. ബീറിഷ് മാർക്കറ്റിലെ റാങ്ക് 1 അതൊരു നല്ല മെത്തേഡാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിലെ പെർഫോമൻസ് എങ്കിലും നമ്മൾ നോക്കിയിട്ടേ എന്ത് തീരുമാനിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പലരുടെയും മ്യൂച്വൽ ഫണ്ടിൽ പോർട്ട്ഫോളിയോ അനാലിസിസിൽ ഒരു കോഷൻ പോലെ കൊടുത്തിരിക്കുകയാണ്, യുവർ പോർട്ട്ഫോളിയോ നീഡ്സ് അറ്റൻഷൻ, യുവർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ലൂസിംഗ് ടു ബെഞ്ച് മാർക്ക്. ക്ലയന്റ് അയച്ച മെസ്സേജ് ആണ്. അതെ. മ്യൂച്വൽ ഫണ്ടിന്റെ ലിസ്റ്റ് ഉണ്ടോ? യെസ്.
ഈ ഒരു ക്ലയൻറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് വളരെ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വാണ്ട് സ്മോൾ ക്യാപ്പിൻ്റെ അകത്തുണ്ട്. ക്വാണ്ട് സ്മോൾ ക്യാപ്പിൽ അദ്ദേഹം മന്ത്ലി SIP ചെയ്യുന്നുണ്ട്. പിന്നെ മിഡ് ക്യാപ് ഫണ്ടിൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, SIP ചെയ്യുന്നുണ്ട്. മോട്ടിലാൽ ഓസ്വാളും ഇതുപോലെ തന്നെ മൊമെൻറ്റം സ്റ്റോക്കുകളാണ് പിക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ്. പിന്നെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഉണ്ട്, SBI കോൺട്രാ ഫണ്ട് ഉണ്ട്, പരീഖ് പരാഗിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്. ഇത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഏറ്റവും കുറവ് പൈസ ഇടുന്നത് ഒന്ന് പരീഖ് പരാഗിൻ്റെ ഫ്ലെക്സി ക്യാപ്പിലും അതുപോലെ തന്നെ SBIയുടെ കോൺട്രാ ഫണ്ടിലൊക്കെയാണ്. ക്വാണ്ടിലും മോട്ടിലാൽ ഓസ്വാളിലാണ് കൂടുതൽ ഫണ്ട് ഇടുന്നത്. അതായത് 60-70%, 70-80% ഫണ്ട് പോകുന്നത് ക്വാണ്ട് സ്മോൾ ക്യാപ്പിലും മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടിലുമാണ്. അപ്പോൾ ഈ രണ്ട് ഫണ്ടുകളും ഹൈ റിസ്കി ഫണ്ടുകളാണ്. അപ്പോൾ ഒരാൾ പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ആരാണ് ഇദ്ദേഹത്തിന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതെന്ന് എനിക്കറിയില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 50% നമ്മൾ സേഫ് ഫണ്ടുകളിലും ബാക്കി 25% ഒരു മീഡിയം റിസ്കിലും ഒരു 25% ഹൈ റിസ്കിലുമാണ് ഇടേണ്ടത്. ഇതല്ലേ റേഷ്യോ ചെയ്യേണ്ടത്? ഇത് നേരെ തിരിച്ചാണ്. 75% ഹൈ റിസ്കിലും 25% അല്ല അതിൽ താഴെയുള്ള ഫണ്ട് ഒരു മീഡിയം റിസ്കിലുമാണ്. ലോ റിസ്കിൽ ഫണ്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പരീഖ് പരാഗ് ഇടുന്നുണ്ടെങ്കിൽ പരീഖ് പരാഗ് ഫ്ലെക്സി ക്യാപ്പ് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ആരോട് എപ്പോൾ ചോദിച്ചാലും കണ്ണടച്ച് പറയുന്നൊരു മ്യൂച്വൽ ഫണ്ടാണ് പരീഖ് പരാഗ് ഫ്ലെക്സി ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇത്തരത്തിലായിരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ലോങ് ടൈമിലോട്ടല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈമിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ മൊമെൻറ്റം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിലോട്ട് തിരിച്ചു പോവാം. നിങ്ങൾ ലപ്സം ചെയ്തോ ക്വാണ്ടിലോട്ട്. എപ്പോൾ മാർക്കറ്റിൽ കുറച്ചുകൂടി മൊമെൻറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. എങ്ങനെ അത് മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കുന്ന ആൾക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടി സേഫായിട്ട് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ആ സമയത്ത് ചൂസ് ചെയ്യാം. ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റ് ബ്രെഡ്ത്ത്, ഇപ്പോൾ നിഫ്റ്റി 50-ലെ ഒരു 50-60-70% സ്റ്റോക്ക് മിനിമം 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം. അല്ലെങ്കിൽ നിഫ്റ്റി 500-ൻ്റെ മോർ ദാൻ 60% സ്റ്റോക്കുകൾ, 60% സ്റ്റോക്കുകൾ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം. ഇപ്പോഴും 48% സ്റ്റോക്കുകൾ മാത്രമേ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ. ഇപ്പോൾ നമ്മൾ ക്വാണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ക്വാണ്ടിൻ്റെ ഫണ്ടിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിന് കുറേ സ്മോൾ ക്യാപ്പ് ഉണ്ട്, ആക്റ്റീവ് ഫണ്ട് ഉണ്ട്, ഫോക്കസ്ഡ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, വാല്യൂ ഫണ്ട് ഉണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെ നമ്പർ ഓഫ് ഫണ്ട്സ് ഇവർക്കുണ്ട്. ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഉണ്ട്, ബിസിനസ് സൈക്കിൾ ഫണ്ട് ഉണ്ട്, അങ്ങനെ ഹെൽത്ത് കെയർ ഉണ്ട്. എല്ലാ കാറ്റഗറിയിലും ക്വാണ്ടിന് എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. എന്നാൽ ഈ ഫണ്ടുകളുടെ ഒക്കെ റിട്ടേൺസ് കഴിഞ്ഞ വർഷം ഭയങ്കര മോശമാണ്. കാരണം അവർ യൂസ് ചെയ്യുന്ന ആ ലോജിക് ആണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാർ, ഞാൻ പറയും SIP ലോങ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോഴത്തെ ഡിപ്പോ ഇപ്പോഴത്തെ ഇതോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പുതിയതായിട്ട് ഒരാൾ തുടങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ ഹൈ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ക്വാണ്ടിലോട്ട് പുതിയ ഫണ്ടുകളൊന്നും വരുന്നുണ്ടാവില്ല. കാരണം എന്താ, ക്വാണ്ട് ഭയങ്കര താഴെ നിൽക്കുകയാണ്. ഇപ്പോൾ റാങ്ക് 1-ൽ നിൽക്കുമ്പോഴാണ് ഈ ഫണ്ട് ഹൗസുകളിലോട്ട് കൂടുതൽ ഫണ്ട് വരിക. കൂടുതൽ ഫണ്ട് വരുമ്പോൾ, ഞാനിത് അന്നത്തെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഗ്രാജുവലി അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ താഴത്തോട്ട് പോകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിൽ നിൽക്കുമ്പോൾ ഈ ഫണ്ട് ഹൗസുകളിലോട്ട് കൂടുതൽ ഫണ്ട് വരികയും ഈ ഫണ്ടിനെ ഒന്നിച്ച് ഫണ്ട് മാനേജർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അപ്പോൾ ഫണ്ട് ഹൗസിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് താഴെ നിൽക്കുന്ന ഒരു ഫണ്ട് ഹൗസിൽ കൂടുതൽ ഫണ്ട് വരുന്നില്ല, കയ്യിലുള്ള ഫണ്ട് ഇത്രയാണെന്നറിയാം, അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനും ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനും അവർക്ക് പറ്റുകയും അവർ ഓട്ടോമാറ്റിക്കലി റാങ്കിങ്ങിൽ തിരിച്ച് മുകളിലോട്ട് കയറി വരികയും ചെയ്യും. ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ടോപ്പിൽ വരുമ്പോൾ വീണ്ടും ഫണ്ട് വരും, ഇത് താഴത്തോട്ട് പോകും. ഇത് ഈ സൈക്കിളിൽ പെടാത്ത മ്യൂച്വൽ ഫണ്ടുകൾ പരീഖ് പരാഗ് പോലെയുള്ള വളരെ കുറച്ച് ഫണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കി നമ്മുടെ ഫണ്ട് സൈക്കിളിൽ കാണോ എന്നുകൂടി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ഇതൊന്നുമില്ലാതെ നേരെ സെറോദ കോയിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഗ്രോ എടുക്കുന്നു, ഇതാണ് ടോപ്പ് ഫണ്ട്, ഇങ്ങനെ ഇട്ടിട്ട് 500 വെച്ച് എല്ലായിടത്തും കിടക്കട്ടെ, അല്ലെങ്കിൽ 1000 വെച്ച് എല്ലായിടത്തും കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വരിക. നിങ്ങൾ അലേർട്ട് കൊടുക്കുന്നുണ്ടല്ലോ കോഷൻ ഇടയ്ക്കിടയ്ക്ക്, അത് ചില ഫണ്ട് ഹൗസ്, ചില ബ്രോക്കിംഗ് ഹൗസുകളൊക്കെ കൊടുക്കുന്നതാണ്. ബട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഇന്നലത്തെ ഡേറ്റ ഞാൻ കണ്ടപ്പോൾ ഇക്വിറ്റി SIPകളിലോട്ട്, മ്യൂച്വൽ ഫണ്ട് SIP ഇക്വിറ്റി ഫണ്ടുകളിലോട്ടുള്ള ഫണ്ട് 50% കുറവാണ് ടോപ്പ് പെർഫോം. കഴിഞ്ഞ 6 മാസം ആയിട്ട് ഗ്രാജുവലി കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഈ മാസം പീക്കിൽ നിന്ന്
50% കുറവ് SIPക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് വളരെ പാനിക് ആയതുകൊണ്ട് ഇപ്പോൾ സച്ചിൻ എന്നല്ല, ധോനി എന്നല്ല, രോഹിത് ശർമ്മ എന്നല്ല, ആര് വന്ന് മ്യൂച്വൽ ഫണ്ട് സഹി എന്ന് പറഞ്ഞാലും റിട്ടേൺസ് ഒരു കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സച്ചിൻ പറഞ്ഞൊന്നും ആരും തിരിഞ്ഞു നോക്കൂല എന്നാണ്. ആരൊക്കെ പരസ്യത്തിൽ? സച്ചിൻ, രോഹിത് ശർമ്മ, ധോനി, ഇവർ 3 ആളാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പരസ്യത്തിൽ വരുന്നത് അല്ലേ. റൈറ്റ്. ക്രിക്കറ്റ് കളിക്കാരാണ്, ഏറ്റവും വിശ്വാസ്യതയുള്ള ആൾക്കാരാണ് സച്ചിൻ, റൈറ്റ്, ധോനി, രോഹിത് ശർമ്മ, എല്ലാം വേൾഡ് കപ്പ് വിന്നേഴ്സാണ്. ആ രീതിയിൽ ഇന്ത്യക്കാർക്ക് വിശ്വാസമുള്ള 3 ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് പോലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ 50% SIPയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് ഭയങ്കര ബാഡാണ്. മാർക്കറ്റ് ഇനിയൊരു 6 മാസമോ 1 വർഷം കൂടിയും സൈഡ് വൈസോ കറക്ഷനോ കണ്ടിന്യൂ ചെയ്താൽ പലരും SIPയെ നിർത്തിപ്പോകും എന്നാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് SIP കണ്ടിന്യൂ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിശ്വസിച്ച് ഇതേ പ്രോസസ്സിൽ ഒരു 3 to 5 years കണ്ടിന്യൂ ചെയ്യുന്നവർ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കുകയുള്ളൂ, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കാശുണ്ടാക്കുകയുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് വരുന്നവർ വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ലോസ് വരുന്നു, പോകുന്നു. ഇത് മ്യൂച്വൽ ഫണ്ടാണെങ്കിലും ശരി, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ശരി, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് ക്വാണ്ടോ ആണെങ്കിലും ശരി, പരീഖ് പരാഗ് ആണെങ്കിലും ശരി, HDFC ആണെങ്കിലും ശരി, ഇതിങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ക്വാണ്ടിൻ്റെ ഫണ്ടുകൾ മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, കറണ്ട് പെർഫോമൻസ് മോശമാവാനുള്ള റീസൺസ് ആണ്. കഴിഞ്ഞ വർഷം എല്ലാ കാറ്റഗറിയിലും ടോപ്പ് 1 ക്വാണ്ടിൻ്റെ ഫണ്ടുകളായിരുന്നു. എന്നാൽ ഇതേ നെക്സ്റ്റ് ഇയറിൽ എല്ലാ കാറ്റഗറിയിലും ക്വാണ്ടിൻ്റെ ഫണ്ടുകൾ ലാസ്റ്റായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം പുതിയ SIPs നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു SIP ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾ പോലും SIP ചെയ്യാൻ അവർ റെഡിയാണ്. എങ്ങനെ SIP ചെയ്യാം, എല്ലാവരും ഇത് ചെയ്യണം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ക്വാണ്ടിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഹൈ ആയതിനു ശേഷം ഒരുപാട് മലയാളികൾ ക്വാണ്ടി മ്യൂച്വൽ ഫണ്ട്, മലയാളികൾ എന്നല്ല, ഇപ്പോൾ ടോപ്പ് പെർഫോമൻസ്, ഞാനതാ പറഞ്ഞു, ടോപ്പ് പെർഫോമൻസ് മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർ എവിടെ വരില്ല, ലോ പെർഫോമൻസിലോ മിഡ് പെർഫോമൻസിലോ വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അവരുടെ ഫണ്ടുകൾ കുറച്ചുകൂടി നന്നായിട്ട് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കും. അടുത്ത വർഷം ഇവർ തിരിച്ചു കയറി വരും. ഓക്കെ. ഇപ്പോൾ പരീഖ് പരാഗിൻ്റെ കേസിൽ പരീഖ് പരാഗ് മാത്രമാണ് കൺസിസ്റ്റൻറ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ആര് ചോദിച്ചാലും നമ്മൾ പറയും പരീഖ് പരാഗിൽ ഇൻവെസ്റ്റ് ചെയ്തു. ടെലിഗ്രാമിൽ ഞാൻ ഇതൊരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ പരീഖ് പരാഗ് അപ്പോഴും ഒരു 22-25 റിട്ടേൺ തരുമ്പോൾ ക്വാണ്ടി ചിലപ്പോൾ 50% റിട്ടേൺ നൽകുമായിരിക്കും. അപ്പോൾ പരീഖിന് അത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, 50%-ത്തിലോട്ടായിരിക്കും പോവുക. പക്ഷെ എന്താണ്, അവർ ടോപ്പിൽ പോയാണ് കയറുക. മാർക്കറ്റ് വീണപ്പോൾ അവർക്ക് 10-15% റിട്ടേൺ കിട്ടുന്നില്ല. മീൻസ് 10-15% നെഗറ്റീവിലാണ്. ഒരു വർഷമായിട്ട് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല. ഇവരെന്ത് ചെയ്യും, ഇവരിത് എക്സിറ്റ് അടിക്കും. ആളുകൾ, ഇൻവെസ്റ്റേഴ്സ് ക്വാണ്ടിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നെക്സ്റ്റ് ഇയറിൽ വീണ്ടും എന്ത് ചെയ്യും, ക്വാണ്ട് നല്ല റിട്ടേൺ നൽകും. അപ്പോൾ എന്ത് കിട്ടിയിട്ടില്ല, ഈ ഇട്ട ആൾക്കാർക്കൊന്നും ബെനിഫിറ്റ് കൊടുക്കുന്നില്ല. ഇത് റിപ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് മൈൻഡ് സെറ്റ്. ഈ ക്വാണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ തവണ കോണ്ടെങ്ങനെ വർക്ക് ചെയ്യുന്നു, കോണ്ടിന്റെ ലോജിക് ഒരു വർഷം കൂടുതലായി നമ്മൾ അവര് ടോപ്പ് പെർഫോമൻസ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ സനൂപിന്റെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തല്ലോ മ്യൂച്വൽ ഫണ്ടിന്റെ. സനൂപും കോണ്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ കണ്ടിന്യൂ ചെയ്യുക, കയറി വരും. പുതിയതായിട്ട് ക്വാണ്ടിലേക്ക് വരാനുള്ള സമയമാണ് ഇതെന്നാണ് സുനിൽ സജസ്റ്റ്. ഞാൻ ഇല്ല, മാർക്കറ്റ് മൊമെന്റം വരണം. മാർക്കറ്റ് മൊമെന്റം വരുമ്പോൾ ക്വാണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും തരും. പക്ഷേ അതെ, നമുക്ക് സേഫ് ആയിട്ടുള്ള ഫണ്ടിലേക്കാണ് കുറച്ചും കൂടി, അല്ല ഈ സൈക്കിളിൽ പെടാത്ത ഫണ്ടുകളാണ് പറയുന്ന ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ, പരീഖ് പരാഗിന്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളിലോട്ട് നിങ്ങൾ എപ്പോഴും SIPs ലോങ് ടൈമും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സേഫ് ആകാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനത്തെ അലേർട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇരിക്കുക. ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 50% ബ്ലൂ ചിപ്സ്, 25% മിഡ് ക്യാപ്പ്, 25% സ്മോൾ ക്യാപ്പ്. ഇല്ലെങ്കിൽ ഒരു 75% ഫ്ലെക്സി ക്യാപ്പ്, 25% ബ്ലൂ ചിപ്സ്, സ്മോൾ ക്യാപ്പ് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നു പോഡ്കാസ്റ്റിന് വിചാരിക്കുകയാണ്. അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.